ഡിസംബർ 21-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള ന്യൂസ് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ഈ ഒരു വിന്റർ സെഷൻ പാർലമെന്റ് അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നടന്ന പ്രധാനപ്പെട്ട ഡിസ്കഷനുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായിട്ടും ലോകസഭയിലും രാജ്യസഭയിലും നടന്നിട്ടുള്ള ഈ ഒരു വിന്റർ സെഷനിലെ ഡിസ്കഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഈ ഒരു വിന്റർ സെഷൻ എന്ന് പറയുന്നത് ഇവിടെ എഡിറ്റോറിയൽ ഹൈലൈറ്റ് ചെയ്യുന്ന വെച്ചാൽ ലീസ്റ്റ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇതുവരെ ഉണ്ടായിട്ടുള്ള വിന്റർ സെഷനുകളിലെ ഏറ്റവും ലീസ്റ്റ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സെഷൻ ആയിട്ടാണ് ഹിസ്റ്ററിയിൽ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഓതർ പറയുന്നതായിട്ടുള്ളത്. കാരണം ഈ ഒരു സെഷനിൽ ഇന്റൻസ് ആയിട്ടുള്ള ക്ലാഷസ് ഉണ്ടായി, ഫിസിക്കൽ ആയിട്ടുള്ള സ്കഫിൾ ഉണ്ടായി, ഹാഷ് ആയിട്ടുള്ള അലിഗേഷൻസ് ഉണ്ടായി ഗവൺമെന്റും അതുപോലെ തന്നെ ഓപ്പോസിഷൻ പാർട്ടീസും തമ്മിൽ. ഈവൻ ഓപ്പോസിഷൻ പാർട്ടീസ് രാജ്യസഭാ ചെയർമാൻ അതായത് വൈസ് പ്രസിഡന്റിനെതിരെ ഒരു നോ കോൺഫിഡൻസ് മോഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുവരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഡെപ്യൂട്ടി ചെയർമാൻ അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് ഓർക്കുക. അതേപോലെ തന്നെ ഹോം മിനിസ്റ്റർ അമിത് ഷായുടെ കമന്റുകൾ, ഡോക്ടർ BR അംബേദ്കറുമായി ബന്ധപ്പെട്ട കമന്റുകൾ, അത് ഈവൻ അത് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചും ഹോം മിനിസ്റ്റർ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങളും ഓപ്പോസിഷൻ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് ഓർക്കുക. അതേസമയത്ത് ഭരിക്കുന്ന പാർട്ടിയായിട്ടുള്ള BJP ആയിക്കോട്ടെ, എതിർ പാർട്ടിയായിട്ട് കോൺഗ്രസിനെ പ്രത്യേകിച്ചും ആന്റി ഇന്ത്യ ഫോഴ്സസുമായിട്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ഇതും പാർലമെന്റിലെ ഡിസ്റപ്ഷൻസിന് കാരണമായി. രണ്ട് ഭാഗവും US ബില്യണറായിട്ടുള്ള ജോർജ് സോറോസിന്റെ ഈ ഒരു ഇന്ത്യൻ പൊളിറ്റിക്സിലും അതുപോലെ തന്നെ അദാനി ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഇടപെടലുകളെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രത്യാരോപണങ്ങളാൽ നിറഞ്ഞതായിട്ടുണ്ടായിരുന്നു. അതേസമയത്ത് കുറെ ബില്ലുകളും പാസ്സാക്കിയിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട ബില്ലാണ് ഭാരതീയ വായുയൻ വിധേയക് 2024, അതായത് സിവിൽ ഏവിയേഷന് വേണ്ടിയിട്ട്. ഇപ്പോൾ ബില്ലുകളൊക്കെ ഹിന്ദി പേരിലാണ് കൊണ്ടുവരുന്നത്. ഇത് ലോകസഭയും രാജ്യസഭയും പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇത് പ്രസിഡന്റ് കൂടി ഒപ്പിട്ട് കഴിഞ്ഞാൽ ആക്ട് ആയി മാറും. അതേസമയത്ത് രാജ്യസഭ ബോയിലേഴ്സ് ബില്ലും ഓയിൽ ഫീൽഡ്സ് അമെൻമെന്റ് ബില്ലും പാസ്സാക്കിയിട്ടുണ്ട്. കൂടാതെ ലോകസഭയിൽ ബാങ്കിങ് ലോസ്, റെയിൽവേസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അമെൻമെന്റ് ബില്ലുകൾ പാസ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഈവന്റ് എന്ന് പറഞ്ഞാൽ ഭരണഘടനയിലെ 129ാമത്തെ അമെൻമെന്റ് ആണ്. ഇത് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ രാജ്യത്ത് സൈമൾട്ടേനിയസ് ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ യൂണിയൻ ടെറിട്ടറിയുമായി ബന്ധപ്പെട്ട അമെൻമെന്റ് ബില്ലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പിന്നീട് ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ അദ്ദേഹം ഇന്ത്യ ചൈന റിലേഷന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്യുന്നു. അത് ഗവൺമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടമായിട്ടും ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ പാർലമെന്ററി സെഷനിൽ ആ ഒരു ഡീസൻസിയും പൊളിറ്റിക്കൽ ഡിബേറ്റുകളും ഫോക്കസ് ചെയ്യേണ്ട ഒരു ആവശ്യകതയെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സെഷൻ ആയിരുന്നു ഇത്. കാരണം ലീസ്റ്റ് പ്രൊഡക്റ്റീവ് സെഷൻ എന്നാണ് ഓതേഴ്സ് അല്ലെങ്കിൽ എഡിറ്റോറിയൽ ഇത് ഹൈലൈറ്റ് ചെയ്യുന്നതും കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത നമ്മുടെ പ്രധാനമന്ത്രിയുടെ കുവൈത്ത് വിസിറ്റുമായി ബന്ധപ്പെട്ടാണ്. ഡിസംബർ 21, 22 തീയതികളിൽ മോദി കുവൈത്ത് വിസിറ്റിന് പ്ലാൻ ചെയ്യുകയാണ്. ലോകസഭാ സെഷൻ കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് വിസിറ്റിന് പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ ഒരു കുവൈത്ത് വിസിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി ഈ ഒരു കുവൈത്ത് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസംബർ 21, 22 ഡേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 43 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ഒരു കുവൈത്തിലേക്ക് വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ ഗൾഫ് റിലേഷൻസിൽ വളരെ പ്രധാനപ്പെട്ട പേർഷ്യൻ ഗൾഫിൽ പെട്ട രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പായിട്ട് നമുക്ക് ഇത് കാണാൻ വേണ്ടി പറ്റും. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബൈലാറ്ററൽ ടൈസ്, പരസ്പരമുള്ള ബന്ധത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും മറ്റ് ഗൾഫ് നാഷൻസുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും എന്ന് കരുതാൻ വേണ്ടി പറ്റും. അതായത് നിലവിലുള്ള ബന്ധത്തെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ കുറച്ചുകൂടി റീവൈറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും പുതിയ ബന്ധങ്ങൾ, പുതിയ മേഖലകളിൽ സഹകരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടും പുതിയ മേഖലകളിൽ പരസ്പരം കോർഡിനേഷനും സപ്പോർട്ടും ഒക്കെ ഉറപ്പുവരുത്തുന്നതിനും ഈ ഒരു വിസിറ്റിലൂടെ പറ്റും എന്നാണ് കരുതുന്നത്. കുവൈത്ത് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു രാജ്യമാണ്, പക്ഷെ വളരെയധികം സ്ട്രാറ്റജിക് വാല്യൂ ഉള്ള സ്ഥലമാണെന്ന് ഓർക്കുക. പ്രത്യേകിച്ച് പേർഷ്യൻ ഗൾഫിന്റെ ബോർഡറിലാണ് ഇതിന്റെ ലൊക്കേഷൻ. അതിന്റെ ചുറ്റുമായിട്ട് ഇറാഖും സൗദി അറേബ്യയും ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഒപെക് മെമ്പേഴ്സിൽ, അതായത് ഓയിൽ പ്രൊഡ്യൂസിങ് ആൻഡ് എക്സ്പോർട്ടിംഗ് കൺട്രീസിന്റെ ഗ്രൂപ്പിംഗ് ആണ് ഒപെക്. അതിലെ ഓയിൽ റിസർവുകളുള്ള ഒരു രാജ്യമാണ് കുവൈത്ത്. അതുപോലെ തന്നെ വലിയൊരു സോവറിൻ വെൽത്ത് ഫണ്ടും അവർക്കുണ്ട്. $924 ബില്യൺ ഇക്വാലന്റ് ആയിട്ടുള്ള വെൽത്തും അവർക്കുണ്ടെന്ന് ഓർത്തുവെക്കുക. അതേപോലെ തന്നെ പല രാജ്യങ്ങളുമായിട്ടും ഒരു ന്യൂട്രൽ റീജിയണൽ സ്റ്റാൻസ് ആണ് കുവൈത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടുള്ളത്. പല കോൺഫ്ലിക്റ്റുകളിലും മീഡിയേറ്റർ ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ ഡിപ്ലോമാറ്റിക് മേഖലയിലും ഈ ഒരു വളരെ പ്രധാനപ്പെട്ട എൻഹാൻസിങ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് കുവൈത്ത് എന്ന് പറയുന്നത്. ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള ബന്ധം നോക്കിക്കഴിഞ്ഞാൽ അത് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ഇന്ത്യ കുവൈത്തുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്ത വൺ ഓഫ് ദ ഫസ്റ്റ് കൺട്രിയാണ്. 1961 തന്നെ ഇന്ത്യ കുവൈത്തുമായിട്ട് ബന്ധം മെച്ചപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ട്രേഡിംഗ് പാർട്ട്ണറാണ്. ഈ ഒരു ബൈലാറ്ററൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം $10.47 ബില്യൺ അടുത്ത് വരും 2023-24. അതേപോലെ തന്നെ ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ സപ്ലൈ ചെയ്യുന്ന
പെട്രോളിയം സപ്ലൈ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സപ്ലയർ കൂടിയാണ് കുവൈത്ത് എന്ന് കൂടി ഓർത്തുക. അതുപോലെ തന്നെ ഒരുപാട് ഇന്ത്യക്കാർ കുവൈത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. പീപ്പിൾ ടു പീപ്പിൾ ലിങ്കുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇന്ത്യയുടെ എക്സ്പാട്രിയേറ്റ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ ഡയാസ്പോറ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ കൾച്ചറൽ എക്സ്ചേഞ്ചുകൾ, ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഈവന്റുകൾ, പരിപാടികൾ വരെ 2023 കുവൈത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു ഓർത്തുക. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ ഒരു വിസിറ്റോട് കൂടിയിട്ട് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പല എഗ്രിമെന്റുകളിലും സൈൻ ചെയ്യും. കോംപ്രഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഉൾപ്പെടെ അതുപോലെ ഡിഫൻസ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ രണ്ട് രാജ്യങ്ങളും സഹകരിക്കുമെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ഇന്ത്യയുടെ വിഷൻ 2035 കുവൈത്തിന്റെ സപ്പോർട്ട് ഹെൽപ്പ് കിട്ടും എന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഡെവലപ്മെന്റിലും അതുപോലെ തന്നെ സ്പേസ് പ്രോഗ്രാമിലും ഒക്കെ രണ്ട് രാജ്യങ്ങളും സഹകരിക്കാൻ വേണ്ടി പറ്റും. മറ്റു മേഖലകളാണ് എയർ ട്രാവൽ, ജോയിന്റ് ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ്സ്, ഡിസാസ്റ്റർ റെസിലിയൻസ്, റിന്യൂവബിൾ എനർജി തുടങ്ങിയിട്ടുള്ള മേഖലകളിലും രണ്ട് രാജ്യങ്ങൾക്കും സഹകരിക്കാൻ പറ്റും എന്നാണ് കരുതുന്നിട്ടുള്ളത്. അപ്പോൾ കുവൈത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പേർഷ്യൻ ഗൾഫ് മേഖലയിലുള്ള വളരെ ചെറിയൊരു രാജ്യമാണ്. അപ്പോൾ വെസ്റ്റ് ഏഷ്യയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ജിയോ പൊളിറ്റിക്കൽ റീജിയൻ മിഡിൽ ഈസ്റ്റ് എന്ന കോമൺ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. മിഡിൽ ഈസ്റ്റിലുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഇവിടെ അറേബ്യൻ പെനിൻസുലയുടെ ഭാഗമാണ്, പേർഷ്യൻ ഗൾഫിന്റെ ഭാഗമാണ്. ഇറാഖും സൗദി അറേബ്യയാണ് രണ്ട് സൈഡിലും വരുന്നതായിട്ടുള്ളത്. അതേപോലെ തന്നെ ഇറാനുമായിട്ട് മാരിടൈം ബോർഡർ ഉണ്ട് പേർഷ്യൻ ഗൾഫുമായി ബന്ധപ്പെട്ട്. കുവൈത്ത് സിറ്റിയാണ് അതിന്റെ ക്യാപിറ്റലും ലാർജസ്റ്റ് സിറ്റിയും എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇതാണ് കുവൈത്തിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. കുവൈത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ രാജ്യമാണ് കുവൈത്ത് എന്ന് പറയുന്നത്. ഈ കോർണറുള്ള പേർഷ്യൻ ഗൾഫിൽ ഈ കോർണറുള്ളതാണ്. മുകളിൽ നമുക്ക് ഇറാഖിനെ കാണാൻ പറ്റും, താഴെ നമുക്ക് സൗദി അറേബ്യനെ കാണാൻ പറ്റും. ഇറാനുമായിട്ട് നമുക്ക് മാരിടൈം ബോർഡർ ഉള്ളതായിട്ടും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് കുവൈത്തിനെ നോക്കിക്കഴിഞ്ഞാൽ കുവൈത്തിന്റെ ക്യാപിറ്റലാണ് കുവൈത്ത് സിറ്റി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ബാബിയാൻ ഐലൻഡ് ഇവിടെ ഇവരുടെ ഭാഗമാണ്. അതുപോലെ തന്നെ പേർഷ്യൻ ഗൾഫിന്റെ തീരത്തായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ ഒരു കുവൈത്ത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തൊരു വാർത്ത ഈ ഒരു ജാത്ര എന്ന് പറയുന്ന ട്രഡീഷണൽ ഫോക്ക് ഡാൻസിന്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ഡാൻസ് പെർഫോം ചെയ്യുന്ന സമയത്ത് അത് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയി മാറി. അതാണ് ഇഷ്യൂ ആയിട്ട് വന്നത്. റീസെന്റ് ആയിട്ട് ജാത്ര എന്ന് പറയുന്ന ഈ ഒരു ഡാൻസ് ഫോമിന്റെ പെർഫോമൻസ് ഒഡീഷയിൽ നടക്കുന്ന സമയത്ത് ലൈവായിട്ട് ഒരു പിഗിനെ ആ സ്റ്റേജിൽ വെച്ചിട്ട് ആക്ടർ കൊല്ലുകയാണ് ചെയ്തത്. ഇത് ഈ ഒരു അനിമൽ റൈറ്റ് ആക്ടിവിസ്റ്റുകൾ ഇതിനെതിരെ പ്രതിഷേധം ഉയർത്തുകയും ലീഗൽ ആക്ഷനിലേക്ക് വരെ നീങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനീഷ്യലി ഇതൊരു ഡിവോഷണൽ ആയിട്ടുള്ള മിത്തോളജിക്കൽ തീം ബേസ്ഡ് ആയിട്ടുള്ള കഥകളാണ് ജാത്ര എന്ന രീതിയിൽ ഡാൻസ് ഫോം ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അതിൽ മോഡേൺ സ്റ്റണ്ടുകൾ, അക്രോബാറ്റിക്സുകൾ, ഈവൻ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഇതുപോലുള്ള മൃഗങ്ങളെ ലൈവായിട്ട് കൊല്ലുന്നത് ഉൾപ്പെടെയുള്ള ആക്ഷൻസ് ഇൻവോൾവ് ചെയ്യപ്പെടുന്നു എന്ന് കൂടി ഓർത്ത് വെക്കുക. നമുക്കിവിടെ ജാത്ര എന്ന് പറഞ്ഞത് എന്താണെന്നുള്ളത്, ജാത്ര എന്ന് മലയാളത്തിലേക്ക് സിമ്പിൾ പറഞ്ഞ യാത്ര എന്നുള്ളതിന്റെ ഒരു വാക്കാണ്. ജാത്ര എന്ന് പറഞ്ഞ ഒരു ഫോക്ക് തിയേറ്റർ ആണ്. ഇത് 16th സെഞ്ചുറിയിലാണ് ഒറിജിനേറ്റ് ചെയ്തത്. ഒഡീഷ, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയുള്ള സ്ഥലത്താണ്. അവിടെ മ്യൂസിക്, ഡാൻസ്, മിത്തോളജി ഇതിന്റെ മൂന്നിന്റെയും ഒരു മിക്സ് ആണ്. അതായത് സംഗീതമുണ്ട്, ഡാൻസ് ഉണ്ട്, അതുപോലെ തന്നെ പുരാണ കഥയുണ്ട്. ഇതിന്റെ ഒരു മിക്സ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഈ ഒരു ജാത്ര എന്ന വാക്കിന്റെ അർത്ഥം ജേണി അല്ലെങ്കിൽ ഗോയിങ് എന്നുള്ളതാണ് ഓർത്ത് വെക്കാം. ഇത് ഒരു മ്യൂസിക്കൽ തിയേറ്റർ ഫോം ആണെന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്, സംഗീതത്തോട് ചേർന്നിട്ടുള്ളതാണ്. അപ്പൊ ശ്രീ ചൈതന്യ ഭക്തി മൂവ്മെന്റുമായി ബന്ധപ്പെട്ടാണ് ഇത് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ ഏകദേശം 4 മണിക്കൂറോളം നീണ്ടിട്ടുള്ള ഡാൻസ് ഫോം ആണ്. പിന്നീട് ഇത് ആൾക്കാരെ ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ അതിൽ താഴെയൊക്കെ ലെങ്ത് ഉള്ള രീതിയിലേക്കും ഇത് പെർഫോം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇത് നോർമലി നൈറ്റ് ആണ് പെർഫോം ചെയ്യുന്നതായിട്ടുള്ളത്. 1507 ഇത് പെർഫോം ചെയ്തതായിട്ട് ചൈതന്യ ഭഗവത അദ്ദേഹത്തിന്റെ ഹാപ്പിയോഗ്രഫിയിൽ അദ്ദേഹത്തിന്റെ ഡിസിപ്പിൾ ആയിട്ടുള്ള വൃന്ദാവന ദാസ തക്കൂര അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പൊ ജാത്ര അല്ലെങ്കിൽ യാത്ര എന്ന് പറയുന്നതായിട്ടുള്ളത് സ്റ്റേജസിൽ, ഓപ്പൺ സ്റ്റേജസിൽ പെർഫോം ചെയ്യുന്നതാണ്. ഓപ്പൺ സ്റ്റേജ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും കെട്ടിമറച്ചിട്ടൊന്നുമില്ലാത്ത 4 സൈഡും ഓപ്പൺ ആയിട്ടുള്ള സ്റ്റേജിലാണുള്ളത്. അപ്പോൾ അവിടെ മിനിമൽ ആയിട്ടുള്ള ഫർണിച്ചറോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് പ്രഡോമിനന്റ്ലി ഒരു മെയിൽ ക്യാരക്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഫോക്ക് തിയേറ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. പക്ഷെ പിന്നീട് 19th സെഞ്ചുറി മുതൽ ഫീമെയിൽ ആക്ടേഴ്സും ഈ ഒരു കാസ്റ്റിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതായത് ഇതിൽ ആക്റ്റീവ് ആക്ടേഴ്സ് ആയിട്ട് ഉണ്ടാവാറുണ്ട് എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ജാത്ര എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലാണ്, എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു വാർത്ത കൊപ്രയുടെ, അതായത് കോക്കനട്ടിന്റെ MSP മിനിമം സപ്പോർട്ട് പ്രൈസ് 2025 പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ 2025 വേണ്ടിയിട്ട് 422 രൂപയാണ് കൊപ്രയുടെ MSP. ഒരു കിൻഡലിന് 100 കിലോക്ക് 422 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സോ 4 രൂപ 22 പൈസയാണ് ഒരു കിലോയ്ക്ക് വർദ്ധിപ്പിച്ചിട്ടുള്ളതും കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ഇത് ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ് അപ്രൂവ് ചെയ്തിട്ടുള്ളതും കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് വാർത്ത എന്നുള്ളത്.
യൂണിയൻ ഗവൺമെന്റ് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊപ്രയ്ക്ക്, ഡ്രൈഡ് കോക്കനട്ടിനെയാണ് കൊപ്ര എന്ന് വിളിക്കുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്നതായിട്ടുള്ളത്. അത് പച്ച തേങ്ങയിൽ നിന്നും ഉണ്ടാക്കാറുണ്ട്, ഡ്രൈഡ് കോക്കനട്ട് നിന്നും ഉണ്ടാക്കാറുണ്ട്. കൺവെൻഷനലി ഡ്രൈഡ് കോക്കനട്ട് ആണ്. 2025 സീസണിലേക്ക് MSP മില്ലിംഗ് കോപ്രയ്ക്ക് 11,582 പെർ കിൻഡലാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 11,582 ആയിരുന്നു. അത് 12,100 ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പം നമ്മൾ നോക്കേണ്ട കാര്യം, രണ്ട് ടൈപ്പ് കൊപ്രയാണുള്ളത്. അപ്പോൾ ഒന്ന് 11,552, രണ്ടാമത്തത് 12,100 ആണ്. അപ്പോൾ ഈ ഒരു ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ബെറ്റർ റിട്ടേൺസ്, കോക്കനട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഗ്രോയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ബെറ്റർ റിട്ടേൺ കിട്ടും. അതുപോലെ തന്നെ കൂടുതൽ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. അതുവഴി നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര ഡിമാൻഡും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഡിമാൻഡും മീറ്റ് ചെയ്യാൻ വേണ്ടി ഇത് സഹായിക്കും എന്ന് കരുതാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്തു വെക്കുക. അപ്പോൾ കൊപ്രയ്ക്കുള്ള MSPനെ കുറിച്ചിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത, ലിബിയയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വർക്കേഴ്സിനെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അതായത് ട്രിപ്പോളിയിലുള്ള, ലിബിയയുടെ ക്യാപിറ്റലാണ് ട്രിപ്പോളിയുടെ ഇന്ത്യൻ എംബസിയിൽ ഒരുപാട് ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അവർ പ്രോപ്പർ ഡോക്യുമെന്റ്സ് ഇല്ലാതെ, കൃത്യമായിട്ടുള്ള രേഖകളില്ലാതെ ലിബിയയിലേക്ക് സഞ്ചരിക്കുകയും അവിടെ കുടുങ്ങിപ്പോവുകയും ചെയ്ത അവസ്ഥയാണ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഈ വർക്കേഴ്സിനെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എംബസിയുടെ ഭാഗത്ത് നിന്ന് ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലിബിയ എന്ന് പറയുന്നത് മഗ്രേബ് റീജിയനിലുള്ള, നോർത്ത് ആഫ്രിക്കയിലുള്ള മഗ്രേബ് റീജിയനിലുള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ ഒരു സൈഡിൽ മെഡിറ്ററേനിയൻ സീ ആണ്, നോർത്ത് സൈഡിൽ ഈജിപ്തും സുഡാനും ഉണ്ട്, ചാഡ്, നൈജർ, അൾജീരിയ, ടുണീഷ്യ അതുപോലെ തന്നെ തുടങ്ങിയ രാജ്യങ്ങളുടെ മാരിടൈം ബോർഡർ ആയിട്ട് ഗ്രീസ്, ഇറ്റലി, മാൾട്ട തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് പറയാൻ പറ്റും. നമ്മൾ നോക്കുകയാണെങ്കിൽ ആഫ്രിക്കയുടെ നോർത്തേൺ ഏരിയയിലുള്ള ഒരു രാജ്യമാണ് ലിബിയ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ട് ഡെസേർട്ട് ആയിട്ടുള്ള സഹാറ എന്ന് പറയുന്നത് ഈ ഒരു ലിബിയയിലും കൂടെ കടന്നു പോകുന്നുണ്ട്. ആഫ്രിക്കയുടെ മൊത്തം ഏരിയയുടെ 31% ഈ ഒരു സഹാറ ഡെസേർട്ട് ആണ് വരുന്നത്. അതിന്റെ കുറെ ഭാഗങ്ങൾ ഈ ലിബിയയുടെ ഈ രാജ്യത്തായിട്ടുണ്ട്. ഇതിന്റെ ലാർജസ്റ്റ് സിറ്റിയും ക്യാപിറ്റലുമാണ് ട്രിപ്പോളി എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതാണ് ലിബിയയുടെ ലൊക്കേഷൻ. ഒരു സൈഡിൽ ഈജിപ്തിനെ, താഴെ സുഡാൻ, ചാഡ്, നൈജർ, അൾജീരിയ, ടുണീഷ്യനെ കാണാൻ പറ്റും. മുകൾ ഭാഗത്ത് നമുക്ക് മെഡിറ്ററേനിയൻ സീ കാണാൻ പറ്റും. അതായത് ഒരു പോർട്ട് സിറ്റിയാണ് ട്രിപ്പോളി എന്നുള്ളതും കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ, ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള കണക്ടിവിറ്റി, ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അണ്ടർ സീ കേബിൾസ് ഇടുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ IAX എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കേബിളുകളാണ് ഇടുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്താണ് IAX, എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ രണ്ട് അണ്ടർ സീ കേബിൾ സിസ്റ്റംസ്, ഒന്ന് ഇന്ത്യ ഏഷ്യ എക്സ്പ്രസ് എന്നാണ് വിളിക്കുന്നത് IAX, മറ്റൊന്നാണ് ഇന്ത്യ യൂറോപ്പ് എക്സ്പ്രസ് IEX. ഇത് രണ്ടും ഇന്ത്യയുടെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി, ഏഷ്യ യൂറോപ്പുമായി ബന്ധപ്പെട്ടുള്ള ഇന്റർനെറ്റ് കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത് എന്നുകൂടി ഓർത്തു വെക്കാം. IAX എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഏഷ്യ എക്സ്പ്രസ് ആണ്. ഇത് ചെന്നൈ, മുംബൈ, സിംഗപ്പൂർ, തായ്ലൻഡ്, മലേഷ്യ രാജ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാണ്. ഇന്ത്യ യൂറോപ്പ് എക്സ്പ്രസ് ആണ് IEX എന്ന് പറയുന്നത്. ഇത് ചെന്നൈയും മുംബൈയെയും ഫ്രാൻസ്, ഗ്രീസ്, സൗദി അറേബ്യ, ഈജിപ്ത്, ജിബൂട്ടി തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുമായിട്ടും കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു കേബിളുകൾ ഏകദേശം 15,000-ഓളം കിലോമീറ്റർ നീളത്തിലുള്ളതാണ്. അണ്ടർ വാട്ടർ ആണ്, കടലിന്റെ അടിയിലൂടെ പോകുന്നതാണ്. ഇത് റിലയൻസ് ജിയോ ആണ് ഓൺ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുള്ളത് ചൈന മൊബൈൽ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നാണ് ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുള്ള കാര്യം കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള IAX എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലോബൽ ഡാറ്റ ഡിമാൻഡ് വർദ്ധിക്കുന്നുണ്ട്. അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി, രാജ്യത്തിന്റെ ഡാറ്റ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഗ്ലോബൽ ഇന്റർനെറ്റ് ഇൻഫ്രാസ്ട്രക്ചറിനെ മെച്ചപ്പെടുത്താനും മാരിടൈം സെക്യൂരിറ്റിക്കൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. കൂടാതെ ഇത്തരത്തിൽ ഇന്ത്യയുടെ ഡിഫൻസ് ഈ ഒരു സൈബർ അറ്റാക്കുകളിൽ നിന്നോ ഫിസിക്കൽ ഡാമേജിൽ നിന്നോ ഒക്കെ ഡിസ്റപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അത് അണ്ടർ വാട്ടറിലേക്ക് കൊണ്ടുപോകുന്ന വഴി അത്തരത്തിലുള്ള പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇന്ത്യ ഈ ഒരു മാരിടൈം കേബിൾ നെറ്റ്വർക്കിൽ ഒരു പ്രധാനപ്പെട്ട രാജ്യമായി മാറുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ബേ ഓഫ് ബംഗാൾ, സൗത്ത് ചൈന സീ മേഖലയിൽ അതും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണെന്ന് കൂടി ഓർത്തു വെക്കാം. ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കേബിൾ സിസ്റ്റം എന്ന് വെച്ചാൽ അത്ര ഫ്രീ ഫ്രം ഡിസ്റപ്ഷൻസ് അല്ല. 3 കേബിളുകൾ, യൂറോപ്പ്, വെസ്റ്റ് ഏഷ്യയെ തമ്മിൽ കണക്ട് ചെയ്യുന്ന 3 കേബിളുകൾ മാർച്ച് മാസത്തിൽ ഡിസ്റപ്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഗ്ലോബൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയെ ഇത്തരത്തിലുള്ള കേബിളുകളുടെ ഡിസ്റപ്ഷൻ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഡിസ്റപ്ഷൻസ് ഉണ്ടായാലും ഇന്ത്യൻ സർവീസുകൾ കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തൽ വളരെ അത്യാവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് കൂടുതൽ നെറ്റ്വർക്കിംഗ് കണക്ഷൻസ് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്.
ഇത്തരത്തിലുള്ള കൂടുതൽ നെറ്റ്വർക്ക് സിസ്റ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്ന വഴി ഇന്ത്യക്ക് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ബംഗ്ലാദേശ് അവരുടെ ബാൻഡ് വിഡ്ത്ത് സെയിൽസ് നോർത്ത് ഈസ്റ്റിലേക്ക് നൽകുന്നത് കുറച്ചിട്ടുണ്ട്. ഇതിന് മിനിമൽ ഇമ്പാക്റ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബിക്കോസ് ഇന്ത്യ ഓൾറെഡി അൾട്ടർനേറ്റീവ് റൂട്ടുകൾ ഈ ഒരു റീജിയന് വേണ്ടിയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് എന്നുകൂടി ഓർത്തു. അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള എഫേർട്ടുകൾ വേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം. അടുത്തൊരു വാർത്ത, K9 വജ്ര ടി എന്ന് പറയുന്ന ആർട്ടിലറി ഗണ്ണുകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ 7629 കോടി ഇന്ത്യ ഡിഫൻസ് മിനിസ്ട്രി സ്പെൻഡ് ചെയ്യുന്നു എന്നാണ് 100 എണ്ണം വാങ്ങുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് K9 വജ്ര ടി ആർട്ടിലറി ഗൾസ് എന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ ഡിഫൻസ് മിനിസ്ട്രി 7629 കോടിയുടെ ഒരു കോൺട്രാക്ട് ആണ് L&Tയുമായി ബന്ധപ്പെട്ട് സൈൻ ചെയ്തിട്ടുള്ളത്. 100 K9 വജ്ര ടി സെൽഫ് പ്രൊപ്പൽഡ് ആർട്ടിലറി ഗൺസ് ഇന്ത്യൻ ആർമിക്ക് വേണ്ടി വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. ഏകദേശം 9 ലക്ഷം മാൻ ഡേയ്സ് വേണം. 4 വർഷം കൊണ്ടാണ് വിവിധ ഇന്ത്യൻ ഇൻഡസ്ട്രീസിനെയും MSMEയുടെയും സഹകരണത്തോട് കൂടിയിട്ട് ഈ ഒരു ഗൺസ് ബിൽഡ് ചെയ്യാൻ ഓർത്ത് വെക്കാം. 155 mm ഉള്ള 52 കാലിബർ ട്രാക്ഡ് ആയിട്ടുള്ള സെൽഫ് പ്രൊപ്പൽഡ് ഹൗസർ ഷോർട്ട് ഗണ്ണാണ് ഫയറിംഗ് ഷെൽസ് ലോ വെലോസിറ്റിയിൽ ഇത്തരത്തിലുള്ള ഗൺസിനെയാണ് ഈ ഒരു ആർട്ടിലറി എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. ഇത് ഇന്ത്യയിലെ ഇന്ത്യൻ കമ്പനി ലാർസൻ ആൻഡ് ടോബ്രോ L&T ആണ് ബിൽഡ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഈ ടെക്നോളജി നമുക്ക് സൗത്ത് കൊറിയൻ ഡിഫൻസ് മേജർ ആയിട്ടുള്ള ഹൻവാ ഡിഫൻസിൽ നിന്നാണ് എടുത്തുള്ളത്. അവരുടെ K9 തണ്ടർ എന്ന് പറയുന്ന ഒരു മോഡൽ ബേസ്ഡ് ആയിട്ടാണ് ഇന്ത്യയിൽ അതിന്റെ K9 വജ്ര ടി എടുക്കുന്നതെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു K9 തണ്ടർ എന്ന് പറഞ്ഞാൽ ഓൾ മേഡ് ഓഫ് വെൽഡഡ് സ്റ്റീൽ ആർമർ പ്രൊട്ടക്ഷൻ വിത്ത് ഉള്ളതാണ്. അപ്പോൾ അതേ ടെക്നോളജി സിമിലർ ടെക്നോളജിയാണ് നമ്മുടെ രാജ്യത്തും ഈ ഒരു K9 വജ്രയിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ളത്. കട്ടിംഗ് എഡ്ജ് ടെക്നോളജി ഉണ്ട്, ലോങ് റേഞ്ച് ഉണ്ട്, ഹൈ ആക്യുറസി ഫയർ ഉണ്ട്, അതുപോലെ തന്നെ വളരെ വേഗത്തിൽ ഫയർ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് K9 വജ്ര ടിയുടെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഈവൻ സബ് സീറോ ടെമ്പറേച്ചറിൽ 0°C താഴെയുള്ള ടെമ്പറേച്ചറിലും വർക്ക് ചെയ്യും, ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയാസിലും വർക്ക് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു K9 പ്രോഗ്രാം എന്ന് പറയുന്നത് ബൈ ഗ്ലോബൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ്, ഡിഫൻസ് പ്രൊക്യൂർമെന്റ് പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടാണ് പ്രൊക്യൂർ ചെയ്യുന്നതായിട്ടുള്ളത്. ഫോറിൻ കമ്പനീസിന് അവർക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു K9 വജ്ര എന്ന് പറയുന്നത് ലഡാക്കിൽ ഓൾറെഡി ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ചൈനീസ് മിലിറ്ററി പ്രസൻസിനെയൊക്കെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് അത് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. അടുത്തൊരു വാർത്ത, മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ റിപ്പോർട്ട് റീസെന്റ് ആയിട്ട് RBI റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്ത്യയുടെ ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ഒബ്സർവേഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്ന, നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ്. ബട്ട് RBIയുടെ ആ ഒരു ഒബ്സർവേഷൻസ് കൂടി നമുക്കൊന്ന് നോക്കാവുന്നതാണെന്നാണ്. അപ്പോൾ റീസെന്റ് ആയിട്ട് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗിന്റെ മിനിറ്റ്സ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇൻഫ്ലേഷനെ ഹാൻഡിൽ ചെയ്യുന്നതിനെ കുറിച്ചും ഗ്രോത്ത് റിക്കവർ ചെയ്യുന്നതിനെ കുറിച്ചുമായിട്ടുള്ള ഡിസ്കഷൻസ് ആ മീറ്റിംഗ് മിനിറ്റ്സിൽ നമുക്ക് കാണാൻ പറ്റും. 2 മെമ്പേഴ്സ് രാകേഷ് കുമാറും രാങ് സിംഗും 2 പേരും മോണിറ്ററി പോളിസി കമ്മിറ്റിയിലെ എക്സ്റ്റേണൽ മെമ്പേഴ്സ് ആണ്. മോണിറ്ററി പോളിസി കമ്മിറ്റിയിലെ ടോട്ടൽ 6 മെമ്പേഴ്സ് ആണുള്ളത്. 3 പേര് RBIയിൽ നിന്നാണ്, 3 പേര് സെൻട്രൽ ഗവൺമെന്റിന്റെ നോമിനിയാണ്. ഇവരെയാണ് എക്സ്റ്റേണൽ മെമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. 3 പേര് RBI എന്നുള്ളത്, ഒന്ന് റിസർവ് ബാങ്ക് ഗവർണർ ആണ്, 2 പേര് ഡെപ്യൂട്ടി ഗവർണർമാരാണ്. അപ്പോൾ 3 നോമിനീസ് സെൻട്രൽ ഗവൺമെന്റിന് ഉണ്ടാവും. അപ്പോൾ ഇതിൽ 2 നോമിനീസ് ആയിട്ടുള്ള നാഗേഷ് കുമാർ രാം സിംഗും ഇവർ 2 പേരും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യണം. കാരണം രാജ്യത്തിന്റെ ഗ്രോത്ത് റേറ്റ് കുറവാണ്, അതിനെ ഹൈലൈറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ തീരുമാനം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അത് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടാണ്. കാരണം ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നിലനിൽക്കുകയാണ്. പ്രധാനമായിട്ടും ഫുഡ് പ്രൈസസ് വഴിയാണ് ഇൻഫ്ലേഷൻ. അത് കാര്യമായിട്ട് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനെ ബാധിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് വെജിറ്റബിൾ പ്രൈസസുമായി ബന്ധപ്പെട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അത് കുറയുമ്പോൾ ഈ ഒരു ഇൻഫ്ലേഷൻ കുറയും എന്ന രീതിയിൽ തന്നെയാണ് RBI പ്രതീക്ഷിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റി വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഡിമാൻഡ് സൈഡ് ഇൻഫ്ലേഷൻ ആണ് എന്നുണ്ടെങ്കിൽ RBIക്ക് മോണിറ്ററി പോളിസി കമ്മിറ്റിയിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡിമാൻഡ് സൈഡ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ കയ്യിൽ പൈസ കൂടുതലായിട്ട് ഡിമാൻഡ് കൂടുന്നത് കൊണ്ടാണ് ഇൻഫ്ലേഷൻ വരുന്നത് എന്നുണ്ടെങ്കിൽ, ആൾക്കാരുടെ കയ്യിൽ പൈസ കൂടുതലുണ്ട്, ആൾക്കാരെല്ലാവരും സാധനം വാങ്ങാൻ പോകുന്നുണ്ട്, അതിന്റെ ഡിമാൻഡ് കൂടുന്നുണ്ട്, അതുകൊണ്ട് അതിന്റെ വില കൂടുന്നു എന്നുള്ളതാണെങ്കിൽ RBIക്ക് അല്ലെങ്കിൽ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ മോണിറ്ററി പോളിസി കമ്മിറ്റിക്ക് പറ്റും. പക്ഷേ സപ്ലൈ സൈഡ് ഷോക്കുകളാണെങ്കിൽ, അതായത് രാജ്യത്ത് പ്രൊഡക്ഷൻ കുറവാണ്, അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ സാധനങ്ങൾ കുറവാണ്, മാർക്കറ്റിൽ സാധനങ്ങൾ കുറവായതുകൊണ്ട് സപ്ലൈ സൈഡ് ഷോർട്ടേജ് ഉണ്ടായതുകൊണ്ട് ഡിമാൻഡ് കൂടുന്നു, അതുവഴി ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നു വെച്ചാൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് RBIക്കോ മോണിറ്ററി പോളിസി കമ്മിറ്റിക്കോ കാര്യമായിട്ടുള്ള എഫേർട്ട് എടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് പച്ചക്കറി കാര്യമായിട്ട് ഉണ്ടായില്ല, അതുകൊണ്ട് പച്ചക്കറിയുടെ വില കൂടുതൽ, RBIക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റിന് മാത്രമാണ് എന്തെങ്കിലും പച്ചക്കറികൾ വിദേശത്തു നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. മോണിറ്ററി പോളിസി കമ്മിറ്റിക്ക് പ്രധാനമായിട്ടും ഡിമാൻഡ് സൈഡ് ഇൻഫ്ലേഷനെയാണ് അഡ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുക. സപ്ലൈ സൈഡ് ഇൻഫ്ലേഷനെ അഡ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഗവൺമെന്റിന്റെ
ഫിസിക്കൽ പോളിസി യൂസ് ചെയ്യേണ്ടി വരും. പച്ചക്കറികളും മറ്റുമൊക്കെ കുറഞ്ഞ വിലക്കിൽ മാർക്കറ്റിൽ നൽകാൻ വേണ്ടി ശ്രമിക്കുക, കുറഞ്ഞ വിലക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അത്തരത്തിലുള്ള ശ്രമങ്ങൾ ചെയ്യേണ്ടതായിട്ടാണ്. ഇപ്പൊ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എലവേറ്റ് ചെയ്തിട്ടുള്ള മെല്ലെ മെല്ലെ സോഫ്റ്റൻ ചെയ്യുന്നു. 2025 ഫൈനാൻഷ്യൽ ഇയറിന്റെ, അതായത് ഈ ഫൈനാൻഷ്യൽ ഇയറിന്റെ ലാസ്റ്റ് ക്വാർട്ടറിലാവുമ്പോഴേക്കും കുറഞ്ഞു വരും എന്നുമാണ് കരുതുന്നതായിട്ടുള്ളത്. ഡെപ്യൂട്ടി RBI ഡെപ്യൂട്ടി ഗവർണർ ആയിട്ടുള്ള മിഖായൽ പാത്ര അദ്ദേഹം പറഞ്ഞുള്ളത് വെച്ചാൽ ഈ ഒരു ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് സസ്റ്റെയിൻ ഗ്രോത്ത്, ലോങ് ടേമിലേക്ക് സസ്റ്റെയിൻ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻഫ്ലേഷൻ, ഈ ഒരു ഡ്യൂറബിൾ ആയിട്ടുള്ള റിഡക്ഷൻ ഉണ്ടാവുക വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ഈ ഒരു ഡൊമസ്റ്റിക് ഗ്രോത്തിനെയും ഇൻവെസ്റ്റ്മെന്റിനെയും ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ എക്സ്പോർട്ട് കണ്ടീഷൻസും കുറച്ച് ചാലഞ്ചിങ് ആണ്. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഗ്രോത്ത് കുറയാൻ കാരണം എന്നുള്ള ഒരു ഒബ്സർവേഷനും വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്ത് വെക്കുക. അടുത്തൊരു വാർത്ത ഇന്ത്യയുടെ ഗഗൻയാൻ മിഷനുമായി ബന്ധപ്പെട്ടാണ്. ഗഗൻയാൻ മിഷൻ അതായത് സ്പേസിലേക്ക് ഇന്ത്യൻ മനുഷ്യന്മാരെ അയക്കുന്നതിന് വേണ്ടി, ഇന്ത്യൻ സ്പേസ് അസ്ട്രോണട്ടുകളെ അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് ഗഗൻയാൻ മിഷൻ. അതുമായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാൻഡ് ഫ്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് കാപ്പബിലിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഇത് ഓൾറെഡി പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല. ഗഗൻയാൻ മിഷൻ എന്താണെന്നുള്ളത് ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. രണ്ടാമത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ അതുപോലെ തന്നെ റിലീജിയസ് കോൺട്രവേഴ്സീസ് ആണ്. പ്രത്യേകിച്ചും പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്റ്റുമായി ബന്ധപ്പെട്ടാണ്. പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ടിൽ പല സുപ്രീം കോടതി ഈ ഒരു ഇത്തരത്തിലുള്ള അപേക്ഷകളെ, ഇത്തരത്തിലുള്ള ലിറ്റിഗേഷൻസിനെ സ്വീകരിക്കാം, പരിശോധിക്കാം എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് പല മസ്ജിദുകളും പൊളിക്കേണ്ടതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ പല മസ്ജിദുകളെയും സംബന്ധിച്ചുള്ള ഡിസ്പ്യൂട്ടുകൾ കോടതിയിലേക്ക് വരുന്നുണ്ട്. അതൊരിക്കലും നമ്മളുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് അനുസൃതമല്ല, അനുയോജ്യമല്ല. കാരണം അത്തരം പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് കൊണ്ടുവന്നുള്ളത്. വീണ്ടും അത്തരത്തിലുള്ള ഈ ഒരു കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുകയും അത് നമ്മുടെ റിലീജിയസ് ഹാർമണിയൊക്കെ തകർക്കുന്ന രീതിയിലാണ് എന്നും ഓതേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പല പ്രാവശ്യം ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല, മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ഒരു പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്റ്റുമായി ബന്ധപ്പെട്ടത് എന്ന് ഓർക്കുക. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം കവർ ചെയ്യാനുള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.